നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ഇന്ന് ഒരുപാട് പേർക്ക് എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാം എഴുതിയ ഒരുപാട് ആൾക്കാരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സുകൾ വളരെയധികം ഉപകാരപ്പെട്ടു. മിക്ക ചോദ്യങ്ങളും നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ് വന്നത്, പ്രത്യേകിച്ച് ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പഠിച്ച കുട്ടികൾ. ഓക്കെ, അതൊക്കെ വഴിയെ പറയാം. അപ്പൊ നമുക്ക് എന്തായാലും ആൻസർ കീ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്. ഇന്ത്യക്ക് വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ബാലഗംഗാധര തിലകാണ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? 44-ാം ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യക്കാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ളത്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൗലിക അവകാശങ്ങളാണ്. കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? അയ്യപ്പൻ എന്നാണ്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? പഴശ്ശി കലാപം അടിച്ചമർത്തിയത് തോമസ് ഹാർവേ ബേബർ ആണ്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC 5ാമത്തെ ബാച്ച് ഫെബ്രുവരി മാസം 12-ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അടുത്ത ബാച്ച് 5ാമത്തെ ബാച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റിയ അവസരമാണ്, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളാം. ലിമിറ്റഡ് സീറ്റ്സ്, എല്ലാ ബാച്ചിലെയും പോലെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു ബാച്ചിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്, കാരണം എക്സാം ഇങ്ങ് അടുത്ത് കഴിഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും ഒക്കെ വേഗമാണ് കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ എഴുതിയപ്പോഴത്തേക്കും മനസ്സിലായി കാണും എത്രത്തോളം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, എത്രത്തോളം ഡീപ്ലി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ആ രീതിയിലാണ് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ എല്ലാ സബ്ജക്റ്റും ഫുൾ സിലബസ് കവറേജ് ആണ്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യവും ഓരോ സബ്ജക്റ്റും അത്രത്തോളം ഡീപ്പായിട്ട് PSC ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുക. അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക, ജോയിൻ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. കൂടാതെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശൂർ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? VP മേനോനാണ്. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏത്? ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം പോണ്ടിച്ചേരി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്? KM പണിക്കരാണ്. KM പണിക്കർ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്?
ജർമ്മനിയാണ്, ജർമ്മനി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത്? ചൊവ്വ ദൗത്യം മംഗൾയാൻ, മംഗൾയാനാണ്. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? G20 ഉച്ചകോടി ബ്രസീൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പ്രഗ്യാൻ. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ: ഹിമാലയൻ പർവ്വതനിരകളിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. 1ഉം 3ഉമാണ് കറക്റ്റ്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്നു. എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം. അതാണ് തെറ്റ്. 2 മാത്രം. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. 1ഉം 2ഉം. ഇന്ത്യയുടെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. നദീതീര പട്ടണങ്ങൾ: അയോധ്യ നഗരം സരയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതിയുടെ തീരത്താണ്. കൊൽക്കത്ത, ഹൗറ എന്നീ നഗരങ്ങൾ ഹൂഗ്ലി നദിയുടെ തീരത്താണ്. എല്ലാം ശരി. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് 2 മാത്രം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യാർകൂടം. അതാണ് തെറ്റിപ്പോയത്. 2 മാത്രം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴ. 1ഉം 3ഉമാണ് ശരി. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത്: കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ, വേമ്പനാട് കായലാണ്. ഓക്കെ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. പ്രസ്താവനകളിൽ ശരിയായത്: വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. 2ഉം 3ഉമാണ്. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ഉത്തരം എ ആണ്. അഴീക്കൽ കണ്ണൂർ, പൊന്നാനി മലപ്പുറം. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വൈദ്യുത പദ്ധതി സംബന്ധിച്ച് കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. എല്ലാം ശരി. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ശരിയായി യോജിച്ചത്: കരിമ്പുഴ മലപ്പുറം, ശെന്തുരുണി കൊല്ലം. 1ഉം 3ഉമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് 3 മാത്രമാണ്. 1984 നിലവിൽ വന്ന ഇത്, അതായത് സൈലന്റ് വാലി, മലപ്പുറം ജില്ലയിലല്ല സ്ഥിതി ചെയ്യുന്ന, പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ അതാണ് തെറ്റിപ്പോയത്. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവന: കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗോദവർമ്മ രാജ. ശരി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത PT ഉഷ. ശരി. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. ശരി. എല്ലാം ശരിയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന 1 മാത്രമാണ്. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി എന്നതാണ് തെറ്റ്. അടുത്ത ചോദ്യം: താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് 2 മാത്രം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. സ്പീക്കർ AN ഷംസീർ. ശരി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ശരി. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന: എല്ലാം ശരിയാണ്. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ്. തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് രൂപം കൊടുത്തത്. എല്ലാം ശരിയാണ്. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സാഹിത്യ അവാർഡ് സംബന്ധിച്ച് 2ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിന്റെ മീശ എന്ന രചനയ്ക്കാണ് എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ചന്ദ്രയാൻ 3 സംബന്ധിച്ചത്:
2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ശരി. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിന്റെ പേര് വിക്രം. ശരി. ചന്ദ്രയാൻ 3യുടെ മൊത്തം ചെലവ് 615 കോടി രൂപ. ശരി. 1, 3, 4. കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏത്? തനതായ നൃത്ത കലാരൂപം മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടം. അമ്മ എന്ന നോവൽ എഴുതിയതാര്? അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിം ഗോർക്കിയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കമ്പോജ്. അടുത്ത ചോദ്യം, ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ലോക്പാൽ. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? 50ാമത്തെ ധനഞ്ജയ് വൈ ചന്ദ്രചൂഡാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലേസഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ലേസഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ആദം സ്മിത്ത് ആണ്. ഇതിന് ഓപ്ഷനിലെ ഉത്തരം ഇല്ല. PSC നൽകിയിരിക്കുന്ന ഉത്തരം ആൽഫ്രഡ് മാർഷൽ എന്നാണ്. ആദം സ്മിത്തിന്റേതാണ് ലേസഫെയർ സിദ്ധാന്തം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര്? ഗഗൻയാൻ പദ്ധതി ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ്. ക്ലോഡിയ ഗോൾഡിൻ. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏത്? അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. കാൽഷ്യം ഫോസ്ഫേറ്റ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? കീലസന്ധിയാണ്. C ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം ഏത്? ട്രക്കിയയാണ്. അടുത്തത്, ജീവികളും ശാസ്ത്രനാമവും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ശരി. കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്. അത് രണ്ടും ശരിയാണ്. B ആണ് ആൻസർ. ജീവികൾ ഹൃദയ അറകൾ. ശരിയായ ജോഡി കണ്ടെത്തുക. പാറ്റ. പാറ്റയ്ക്ക് 13 അറകൾ. പല്ലിക്ക് 3 അറകൾ. പക്ഷിക്ക് 4 അറകൾ. മത്സ്യത്തിന് 2 അറകൾ. ഉത്തരം വരുന്നത് C ആണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്? 2023. സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഹരിത. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ്? 4 ഡയോപ്റ്റർ. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏത്? കാർബൺ 14. ഒരു കുതിരശക്തി എന്നത് എത്ര വാട്ട് ആകുന്നു? ഒരു കുതിരശക്തി എന്നത് 746 വാട്ട് ആകുന്നു. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ S സോമനാഥ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത്? ചന്ദ്രയാൻ 3 ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്? അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ 3 മാത്രമാണ് ശരി. ക്ഷയം, ചിക്കൻ പോക്സ്. സിറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് സിറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? ആയുഷ് മന്ത്രാലയം 2014 നവംബർ 9. ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ ബാധിക്കുന്നത് കണ്ണിനെയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? വൈറസ് രോഗം അല്ലാത്തത് എലിപ്പനി. താഴെ പറയുന്നവയിൽ ജീവിതശൈലീ രോഗങ്ങളിൽ പെടാത്തത് ഏത്? ജീവിതശൈലീ രോഗങ്ങളിൽ പെടാത്തത് മലേറിയയാണ്. മലേറിയ. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് സൗത്ത് ആഫ്രിക്കയിലാണ്. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ശ്വാസകോശ രോഗമല്ലാത്തത് നെഫ്രൈറ്റീസ് ആണ്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക്
പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ക്ഷയം ബാക്ടീരിയ, നിപ്പ വൈറസ്. ഡി ആണ് കറക്റ്റ്. അടുത്തത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ആണ്. ചോദ്യം 25 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ. 25 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ 10,000 ആണ്. 48 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും? 5 മണിക്കൂർ കൊണ്ട് 240 കിലോമീറ്റർ യാത്ര ചെയ്യും. താഴെ കൊടുത്തിട്ടുള്ളവയിൽ 1നും 4നും ഇടയ്ക്ക് വരുന്ന സംഖ്യ ഏത്? 1നും 4നും ഇടയ്ക്ക് വരുന്നത് 7/2, 13/7, 16/7, 19/7 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം ഏതാണ്? ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം 4 ആണ്. 3/4, 5/8 എന്നീ ഭിന്നസംഖ്യകളുടെ ലസാഗു എത്ര? ലസാഗു 1/4 ആണ്. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിന്റെ വാങ്ങിയ വില എത്ര? സാധനത്തിന്റെ വാങ്ങിയ വില 1000 രൂപയാണ്. 1000 രൂപ. റൂട്ട് ഓഫ് 0.1111 ഇൻറ്റു 0.4444 ഇതിന് തുല്യമായത് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുക. 0.222. അടുത്ത ചോദ്യം, സ്കൂൾ അസംബ്ലിയിൽ 10A ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്ന് 25-മതും പിന്നിൽ നിന്ന് 13-മതുമാണ് എങ്കിൽ വരിയിൽ ആകെ എത്ര പേരാണ് ഉള്ളത്? 37 പേരാണ് ഉള്ളത്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരി 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരി 55.5. രാജുവിന് അവന്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് അനിയന്റെ വയസ്സിന് 2 മടങ്ങാകും എങ്കിൽ രാജുവിന്റെ വയസ്സ് എത്ര? 15 ആണ്. 100 × 83 × 39 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്രയാണ്? 6. 6:210 അങ്ങനെയെങ്കിൽ 10 എത്രയാണ്? 994. 57 + 61 + 65 + 69 + 73 + 77/30 എത്ര? ആൻസർ 13.4. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഒറ്റയാൻ 164 ആണ്. -2, 1, 6, 13 അടുത്ത സംഖ്യ ഏത്? അടുത്ത സംഖ്യ 22. 8/125 തുല്യമായത് ഏത്? തുല്യമായത് 0.064. 3 × 25 - 32/4 + 10 - 18 എത്രയാണ്? ആൻസർ എ 59. 225 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയം എടുക്കും? ആൻസർ 15 സെക്കൻഡ് ആണ്. ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി 43 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർത്താൽ ശരാശരി ഭാരം എത്ര? 42.75 കിലോഗ്രാം. 1/2 + 3/16 + 5/64 എത്രയാണ്? 49/64. ഓക്കെ, അപ്പോൾ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇത് പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഞാൻ പറഞ്ഞു ഫൈനൽ ആൻസർ കീ ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഫൈനൽ ആൻസർ കീയിൽ മാറി വരും. അപ്പോൾ ഇത് PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ LDC 5ാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫെബ്രുവരി മാസം 12-ാം തീയതിയാണ് ബാച്ച് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.